എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സിലെ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് പ്രൈം ഫാക്ടറൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നോക്കണം. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് അറിയാലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്ലിയർ ആണ് എന്നുള്ളവർക്ക് ക്ലിയർ ആണ് എന്നൊരു മെസ്സേജും അയക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2ൻ്റെത് ഡിവിസിബിലിറ്റി പഠിച്ചത് 0, 2, 4, 6, 8 അറ്റത്ത് വരുന്നു, ലാസ്റ്റ് ഡിജിറ്റ് വരുന്നു. 3 ആണെങ്കിൽ ആഡ് ചെയ്യണം. സം ഓഫ് ദ ഡിജിറ്റ്സ് എടുത്തിട്ട് 3യുടെ മൾട്ടിപ്പിൾ ആണോ, ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കുന്നു. 4 ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുക, അത് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ഡിജിറ്റ്സ് 0 ആണെങ്കിലും 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലും നമ്മൾ എന്താക്കും, 4ന്റെ ഡിവിസിബിൾ ആണ് എന്ന് കൺസിഡർ ചെയ്യും. 5ഓ 0യോ ലാസ്റ്റ് ഡിജിറ്റ്. 6 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, 2ന്റെ ഡിവിസിബിൾ ആയിരിക്കണം, 3യുടെ ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 7 ആണെങ്കിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ എപ്പോഴാണോ ഒരു 2 ഡിജിറ്റ് നിൽക്കുന്നത് അത് 7ന്റെ ഡിവിസിബിൾ ആണോ 0 ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് 7ന്റെ ഡിവിസിബിലിറ്റി തീരുമാനിക്കുന്നത്. 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുത്തിട്ടാണ് നോക്കുന്നത്. 9 ആണെങ്കിൽ 3 പോലെയാണ്, ആഡ് ചെയ്യണം, 9ന്റെ ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ 10ന്റെ പഠിച്ചു, ലാസ്റ്റ് ഡിജിറ്റ് 0 എന്നാണ് പഠിച്ചത്. 11 ആണെങ്കിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ്, ഇതിപ്പോൾ ഓഡ് എന്ന് പറയാം, ഇത് ഈവൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് ഇങ്ങനെ ഇത് കൂട്ടുക, ഈ താഴത്തെ കൂട്ടുക, ഡിഫറൻസ് എടുക്കുക. ഇത് 11ന്റെ മൾട്ടിപ്പിളോ 0യോ ആണെങ്കിൽ 11 ആണ് എന്ന് പറയാം, 11ന്റെ ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ദയവായി ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഒരിത്തിരി വേഗത കൂടി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അല്ല ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണ്, ആ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നൊരു കമൻറ്റും കൂടി ടൈപ്പ് ചെയ്യുക. ഓക്കെ ആണോ? പിന്നെ നമ്മൾ 12 ആണ് പഠിച്ചത്. 12 ആണെങ്കിൽ ഒന്നെങ്കിൽ 3യുടെ ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചോ, 4ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. ഇത് രണ്ടുമാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ 24 ആണെങ്കിലോ 8ന്റെ ഡിവിസിബിൾ 3യുടെ ഡിവിസിബിൾ നോക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ 55 ആണെങ്കിൽ ഡിവിസിബിൾ 11, ഡിവിസിബിൾ 5, ഇത് ചെക്ക് ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിവിസിബിലിറ്റി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. എല്ലാവർക്കും പറ്റിയോ? ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും എളുപ്പത്തിൽ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. വിദ്യക്ക് ക്ലിയർ ആണ്. സ്പീഡൊന്നും ഇല്ലായിരുന്നല്ലോ. ഫസീല ഓക്കെ ആണ്. ഓക്കെ ആണ്. ഷഫ്ന ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. ഓക്കെ, ആദ്യം കുറേ തിയറിയാണ്. നമുക്ക് തിയറി വെക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് പറയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. തിയറി ചുമ്മാ ഇരുന്ന് വായിക്കാൻ താല്പര്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകാം. ഓക്കെ, മാത്സ് ക്ലാസ് നമുക്ക് പ്രോബ്ലം ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താണ് ഈ സാധനം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് പ്രൈം നമ്പേഴ്സ്? 2 എന്ന് വെച്ചാൽ 1 2, 3 എന്ന് വെച്ചാൽ 1 3, 4 എന്ന് പറയുമ്പോൾ ഇത് പ്രൈം ഫാക്ടർ അല്ല, ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ് നമ്മൾ പഠിച്ചു. 5 വീണ്ടും പ്രൈം നമ്പർ ആണ് അല്ലേ? അതായത് ഒരു സംഖ്യ അതിന് 1ഉം 2ഉം ആണ് ഘടകങ്ങളെങ്കിൽ, അതായത് 1ഉം അതേ സംഖ്യയുമാണ് ഘടകങ്ങളെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചു പ്രൈം നമ്പർ. ഇത് പ്രൈം വെച്ചിട്ടുള്ള ഫാക്ടറൈസേഷൻ ആണ്. ഓക്കെ ആണ്, ഘടകങ്ങളാക്കി മാറ്റുന്നതാണ്. പ്രൈം വെച്ചിട്ടാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ ഒരു വലിയ നമ്പറിനെ, ഇപ്പൊ 243നെ അത് എന്താക്കി മാറ്റുന്നു, ഏതെങ്കിലുമൊക്കെ, ഇത് കറക്റ്റ് അല്ല ഞാൻ എഴുതുന്നത്, ഏതെങ്കിലുമൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആക്കി മാറ്റി എഴുതുന്നു. ആ നമ്പറിനെ എന്ത് ചെയ്യുന്നു, പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആക്കി മാറ്റുന്നു. ഇപ്പൊ 3 സ്ക്വയർ 2 സ്ക്വയർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് എഴുതി കാണിക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വലിയ നമ്പേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൈമിന്റെ ഫാക്ടർ ആക്കി മാറ്റി ഇങ്ങനെ എഴുതി കാണിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ ഘടകങ്ങളാക്കുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. സംഭവം തോന്നുന്നു മനസ്സിലായോ? ഇത് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം,
അതല്ലെങ്കിൽ ഫാക്ടർ ട്രീ മെത്തേഡ് ഉപയോഗിക്കാം. ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടർ ട്രീ മെത്തേഡ് ഉപയോഗിക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡിവിഷൻ മെത്തേഡാണ്. ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കുറെ സ്റ്റെപ്സ് ഒക്കെ പറയുന്നുണ്ട്. സാധാരണ ഒരു നമ്പർ തരുന്നു. ഇപ്പോ നമുക്ക് തരുന്ന നമ്പർ 220. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 2 കൊണ്ട് ചെയ്യുന്നു. നമ്മൾ LCM പഠിച്ചതുപോലെ 2 കൊണ്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. കണ്ടോ? ഇങ്ങനെ പ്രൈം സാധനങ്ങൾ, പ്രൈം നമ്പേഴ്സ് മാത്രമായിരിക്കണം ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്തൊക്കെ വരുന്നു അത് ഇത്രയും കൂടെ എഴുതി വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഗിവൺ നമ്പർ സ്മോളസ്റ്റ് പ്രൈം ആയിരിക്കണം ആദ്യം എടുക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് പ്രൈം പറ്റത്തില്ലെങ്കിൽ ഇനി സ്മോളസ്റ്റ് പ്രൈം കൊണ്ട് എക്സാക്ട്ലി ഡിവൈസിബിൾ ആണ് എങ്കിൽ നമുക്ക് അത് എടുക്കാം. അതല്ല, അടുത്ത പ്രൈമിലേക്ക് നമുക്ക് പോകാം. പിന്നെ ബാലൻസ് ഉള്ള ആ കോഷ്യന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഇങ്ങനെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവസാനം 1 വരണം. ഇപ്പോ 20 ആണ് എന്നുണ്ടെങ്കിൽ 2 10, വീണ്ടും 2 5 5 1, ഇങ്ങനെ ലാസ്റ്റ് 1 ഒപ്പിക്കുന്ന പരിപാടിയാണ് എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ. ഈ 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 square into 5. ഇതാണ് ഇതിന്റെ ഉത്തരം. 20 is equal to പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 2 square into 5 ആണ്. 2 square into 5 ആണ്. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണെന്ന് മനസ്സിലായോ? നമ്മളിവിടെ ഡിവിഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. തിയോറട്ടിക്കലി നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ 460 ആണ് എന്നുണ്ടെങ്കിൽ 460 ആദ്യം എന്ത് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. 2 4, 3 6 0. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു 1, പിന്നെ നമുക്കൊരു 1 10 വരുന്നു 5. ഇനി നമുക്ക് 5 കൊണ്ട് ചെയ്തുകൂടെ? 5 2s 10 ആണ്. 15 വരുമ്പോൾ 5 3s 15 ആണ്. ഇനി നമുക്ക് 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ 2 × 2 × 5 × 23 എന്നാണ്. 23 എടുത്താൽ ലാസ്റ്റ് 1 വരും. ഇങ്ങനെ 1ൽ നിർത്തണം എന്നാണ് പ്രൈം ഫാക്ടറൈസേഷൻ. എഴുതുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്തായിരിക്കണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അല്ലാതെ ഇവിടെ 460 കിട്ടി എങ്കിൽ 10 കൊണ്ട് ചെയ്യാം എന്ന് കരുതി 46 എഴുതി എന്നിട്ട് 4 കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ 6 കൊണ്ട് ചെയ്യാം, അങ്ങനെയൊക്കെ വേറെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്ത് ചെയ്യരുത്. പ്രൈം നമ്പേഴ്സ് തന്നെ എടുക്കണം. ക്ലിയർ ആണോ? 2 2 ഉണ്ടെങ്കിൽ 2 square, 5 23. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇതാണ് ഡിവിഷൻ മെത്തേഡ്. അപ്പൊ എല്ലാവർക്കും ഡിവിഷൻ മെത്തേഡ് മനസ്സിലാക്കണം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7 മേ നോട്ട് ബി ഡിവിസിബിൾ ബൈ എന്ന് പറയുന്നു. ബട്ട് അതിന് മുൻപുള്ള പ്രോബ്ലത്തിൽ 910ന്റെ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെയാണോ ചോദിച്ചത്? എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7 മേ നോട്ട് ബി ഡിവിസിബിൾ ബൈ എന്ന് പറയുന്നു. ബട്ട് അതിന് മുൻപുള്ള പ്രോബ്ലത്തിൽ 910 7ന്റെ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളുടെ ആ പ്രോബ്ലത്തിലാണോ 7ന്റെ ഡിവിസിബിൾ മേ നോട്ട് ബി ഡിവിസിബിൾ ബൈ ഏതാണ്? മേ നോട്ട് ബി ഡിവിസിബിൾ വേറെ എന്തിന്റെ ഡിവിസിബിൾ അല്ല എന്നാണ് പറഞ്ഞത്? പൂർണ്ണമല്ലല്ലോ. ലക്ഷ്മി കമന്റ് ചെയ്തു കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ കാണണമെങ്കിൽ നമുക്ക് എടുക്കാം. ലാസ്റ്റ് ഞാൻ ആ PDF എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ലക്ഷ്മിയുടെ ഡൗട്ട് എന്തായാലും ഒന്ന് ടൈപ്പ് ചെയ്തിടണേ. നമുക്ക് ലാസ്റ്റ് ആ ഒരു PDF എടുത്തിട്ട് എന്താണ് ഡൗട്ട് എന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷന്റെ സ്റ്റെപ്സ്. ഇനി എന്താണ് ഫാക്ടർ ട്രീ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഫാക്ടർ ട്രീ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഒരു ട്രീ പോലെ ചെയ്തു പോകും. കണ്ടോ? ഒരു 60 ആണെങ്കിൽ 60യുടെ ഫാക്ടറായിട്ട് 6 10, എന്നിട്ട് അതിന്റെ ഫാക്ടറായിട്ട് നമ്മളൊരു പ്രൈം ഫാക്ടറിൽ എത്തിക്കും 2 3, ഇതിന്റെ പ്രൈം ഫാക്ടറായിട്ടുള്ള 2 5. അങ്ങനെ നമ്മൾ ഇതെന്താക്കുന്നു? ലാസ്റ്റ് ഇതിനൊരു പ്രൈം ഫാക്ടറാക്കി മാറ്റുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു ട്രീ പോലെ ചെയ്തു പോകുന്നു. ഇതാണ് ഫാക്ടർ ട്രീ. അപ്പൊ നമ്മൾ ഇനി പ്രോബ്ലംസിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് സാധാരണ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുന്നത് HCFല്, LCMല്, ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷനില്, തിയറി പ്രോബ്ലംസ്, ക്രിപ്റ്റോഗ്രഫി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 36? വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 36? നിങ്ങൾ സ്വന്തമായി ചെയ്യുക, എന്നിട്ട് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. A number is divisible by 7 may not be divisible by 2. 2 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ അല്ലല്ലോ. ബട്ട് അതിന് മുൻപുള്ള പ്രോബ്ലത്തിൽ
9, 10 7ന്റെ ഡിവിസിബിൾ ആണ്. ഓക്കെ. അതായത് ഇത് ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി പറയുകയാണ്. 910 ഇതിനെ നമ്മൾ ഡിവിസിബിൾ ബൈ 7 ആണ്. നമുക്ക് പല രീതി നമ്മളുടെ പഠിച്ചു വെച്ചിട്ട് സീറോന്റെ ഇതെടുത്തു. 91 എന്ന് വെച്ചാൽ 13 × 7 ആണ് അല്ലേ? 7 3 7 2 9 13 × 7 അല്ലേ 91 എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് തന്നെയാണ്, 7ന്റെ ഡിവിസിബിൾ ആണ് എന്ന് പിടികിട്ടി. 130 ഉത്തരം കിട്ടും. അത് ക്ലിയർ ആണല്ലോ. 910 എന്ന് പറയുന്നത് 7ന്റെ ഡിവിസിബിൾ ആണ്. അത് ലക്ഷ്മിക്ക് മനസ്സിലായി. ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ മേ നോട്ട് ബി ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞു. പക്ഷേ 910 എന്ന് പറയുന്ന സാധനം 2ന്റെ ഡിവിസിബിൾ ആണ്. കാര്യം അറ്റത്ത് എന്താണ്, 0 ആണ്. അറ്റത്ത് എന്താണ്, 0 ആണ്. ഇതല്ലേ ഡൗട്ട് വന്നത്. ഓക്കെ. നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു രീതിയിലല്ല. ഇപ്പോ 7ന്റെ ഡിവിസിബിൾ ആണ് 14. 7ന്റെ ഡിവിസിബിൾ ആണ് 14 എന്ന് പറയുന്ന സാധനം 2ന്റെയും ഡിവിസിബിൾ ആണ്. ഓക്കെ. 7 × 6 42 അത് 2ന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. അതായത് ചിലതൊക്കെ എന്താണ് 7ന്റെ ഡിവിസിബിൾ ആണെങ്കിലും ഇതൊക്കെ ചിലതൊക്കെ 2ന്റെ ഡിവിസിബിൾ ആകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആ ഒരു ഓപ്ഷനിൽ എന്ന് പറയുന്നത് ഒരു നമ്പർ എന്ന് പറയുന്നത് 7ന്റെ ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തല്ല, 2ന്റെ ഡിവിസിബിൾ അല്ല. എപ്പോഴും 7ന്റെ ഡിവിസിബിൾ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും എന്തല്ല, 2ന്റെ ഡിവിസിബിൾ അല്ല. വളരെ റെയർ ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് 2ന്റെ ഡിവിസിബിൾ ആണ്. ഓൾവേസ് 2ന്റെതല്ല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇപ്പോ നമ്മൾ ഡിവിസിബിൾ ബൈ 6 പറയുകയാണ്. ഡിവിസിബിൾ ബൈ 6 ആയിട്ടുള്ള എല്ലാ നമ്പറും 3യുടെ ഡിവിസിബിൾ ആണ്. ഓൾവേസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഓൾവേസ് ഡിവിസിബിൾ ബൈ 2 ആണ്. ഓൾവേസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഓൾവേസ് ഡിവിസിബിൾ ബൈ 2 ആണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പെർഫെക്റ്റ് ഓക്കെ ആണ്. ഇത് ഉറപ്പാണ്. 3യുടെയും 2ന്റെയും ഏത് സാധനം ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നതും 6ന്റെ ഡിവിസിബിൾ ആണ്. പക്ഷെ രണ്ടും പറ്റണം അല്ലെ, ബോത്ത് ആയിരിക്കണം. 3യും 2ഉം ഈക്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും 6ന്റെ ഡിവിസിബിൾ. അതുപോലെ നോക്കുമ്പോൾ ഇതെന്തല്ല, ഈ 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും 7ന്റെ ഡിവിസിബിൾ ആണോ? അല്ല. ഇപ്പൊ 20 2ന്റെ ഡിവിസിബിൾ ആണ്, 7ന്റെ ആണോ? അല്ല. 40 2ന്റെ ഡിവിസിബിൾ ആണ്, 7ന്റെ ആണോ? അല്ല. അങ്ങനെ നമുക്ക് ഒരു ഒത്തിരി നമ്പർ പറയാം. 80 ഒരുപാട് നമ്പർ പറയാം. 6 4 ഇതൊന്നും എന്തല്ല 7ന്റെ ഡിവിസിബിൾ അല്ല. 12 അല്ലെ. അപ്പൊ വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. അപ്പൊ ഓൾവേസ് എന്നവിടെ കാണും. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. 2ന്റെ അല്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ ക്ലാരിറ്റി വന്നോ? ഇപ്പൊ ലക്ഷ്മിക്ക് മനസ്സിലായോ? ലക്ഷ്മി മനസ്സിലായെങ്കിൽ പറയണേ, അല്ലെങ്കിൽ സ്ലൈഡ് എടുത്ത് വെച്ച് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്തു 36ൻ്റെത്. നമ്മൾ അതിന്റെ ഫാക്ടറൈസേഷൻ ഒന്ന് നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, 36 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. 36 ഡിവിഷൻ 2. ആദ്യം 2 എടുത്തു. അപ്പോ 1. ഇനി ബാലൻസ് ഉള്ള 1നെ 16 എന്ന് വിളിക്കണം. 8 2s ആണ് 16. 9 ഇനി 3. അപ്പൊ നമുക്കിവിടെ 2 × 2 × 3 × 3 ഇതിനെ 2² 3² എന്ന് വിളിക്കാം. 3 × 3 4 പറ്റുമോ? അത് 36 ആണ്. പക്ഷെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാം പ്രൈം നമ്പേഴ്സ് വരണം. 9 ഇത് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത 36 കിട്ടും. പക്ഷെ ഇതൊരു പ്രൈം നമ്പർ അല്ല. 9 6 ഒരു പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണ്? ക്ലിയർ ആയി. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ ഒരു ഉത്തരം എല്ലാവർക്കും പിടികിട്ടിയോ? ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടുന്ന സാധനം ഏത് എന്നല്ല, പ്രൈം നമ്പർ വെച്ചിട്ട് ഇതിനെ ഫാക്ടർ ചെയ്യൂ എന്നാണ്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ നോക്കുമ്പോൾ എല്ലാം കുടിക്കുമ്പോൾ ശരിയാണല്ലോ 36 എന്ന് നമുക്ക് തോന്നും. അല്ല, ഇവിടെ ഉദ്ദേശിച്ചത് പ്രൈം നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 കിട്ടണം. ആ നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു കാണും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ? 21 37 49 51. LCM ചെയ്യുമ്പോൾ ആസ് പെർ ദ റൂള് പ്രൈം ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉചിതം. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്താലും കോമ്പോസിറ്റ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണ്. HCFലും അല്ലെങ്കിൽ GCDയിലും അതുപോലെ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ? ഏതാണ്? നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ? 49 എന്ന് വെച്ചാൽ 7 7 ആണ് അല്ലേ. ഇനി 7 × 3 അല്ലേ 21.
51നെ 5 + 1 6, അപ്പൊ 3യുടെ ഡിവിസിബിൾ ആണല്ലോ. 37 ആണ് ആൻസർ. 37 ഒരു പ്രൈം നമ്പറാണ്. What is the smallest prime number? What is the smallest prime number? Answer കിട്ടിയോ? The only even prime number is 2. Only even prime number and the smallest prime number is 2. Prime factorization of 100 is. Prime factorization of 100 is. Options ഉണ്ട്. Prime factorization ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ ഇസഡിലും എസിലും തരാറുണ്ട് കേട്ടോ. നമ്മുടെ സിലബസിലൊക്കെ എസ് വെച്ചിട്ടാണ്. SATION എന്നാണ്. ക്ലിയർ ആണ്. നമ്മൾ സിലബസ് പ്രകാരം സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. മാത്സിന്റെ സിലബസ് പ്രകാരമുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് തന്നെ അതിനകത്ത് ഡിവിസിബിലിറ്റിയും സെക്കൻഡ് പ്രൈം ഫാക്ടറൈസേഷനുമാണ്. LCM GCD ഇപ്പൊ 4 ടോപ്പിക്കാണ് കവർ ആകുന്നത്. ആൻസർ കിട്ടിയോ? ആൻസർ കമന്റ് ചെയ്യണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. വിദ്യ ആൻസർ, ലക്ഷ്മി ആൻസർ പറഞ്ഞു. 100 എടുത്തു. അപ്പൊ നമ്മൾ 2 കൊണ്ട് ചെയ്തു. ചെറിയ പ്രൈം ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. 5 0, അടുത്തത് 2. വീണ്ടും ചെറിയ പവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 2s are 4 ആണ്. ബാലൻസ് 10 ആണ് 5. ഇനി 25 കാണുമ്പോൾ 5 ആണ് നമുക്കറിയാം. ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ 5. അപ്പൊ 2² 5² ആണ് നമ്മളുടെ ആൻസർ. കണ്ടോ? 2² 5² ആണ്. 25 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അതിനൊക്കെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പ്രൈമിൽ തന്നെ എഴുതുക. അടുത്തത് വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 45? ഇപ്പൊ 45 പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 45. ഇപ്പൊ 45 തന്നിട്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാലോ 9ന്റെ ഡിവിസിബിൾ ആയിരിക്കണം, 5ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ കൂടുതലും പ്രൈം നമ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത് സാധാരണഗതിയിൽ. ഏതെങ്കിലും പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. സിംപ്ലൈ ചെയ്യാം. 5 എടുക്കാം. 9 അല്ലെ? 9 എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോ ഇവിടെ 4ഉം 5ഉം ഒക്കെ വന്നു. 3² 5 ആണ്. ഓപ്ഷൻ സി കിട്ടിയില്ലേ? അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഓപ്ഷൻ സി കിട്ടി. 3² 5. How many prime factors does 75 have? How many prime factors does 75 have? ആൻസർ വന്നില്ലല്ലോ. പ്രവിത 3 ആൻസർ ആണോ? 75 5 കൊണ്ടാണ്. ഒരു 5, 25 5, വീണ്ടും 5 3. അപ്പൊ 1 2 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ആൻസർ 3 ആണ്. മനസ്സിലായോ ഇതെങ്ങനെയാണ്? മനസ്സിലായോ? How many prime factors does 75 have എന്നാണ് ചോദ്യം. ഇപ്പൊ 5 ഉണ്ട്. അപ്പോ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് ചെയ്തു. അടുത്തത് 3. അപ്പൊ 3 കൊണ്ട് ചെയ്താൽ ബാലൻസ് 1 ആണ്. അപ്പൊ 5ഉം 5ഉം 3യുമാണ് ഇതിന്റെ പ്രൈം ഫാക്ടർ. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 210? വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 210? ആൻസർ വന്നോ? 210 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2 കൊണ്ട് ചെയ്തു, 0 ഇടണം 1 വരുമ്പോൾ അല്ലേ, 5. ഇനി 5 കൊണ്ട് ചെയ്യാം 2 1. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം 7. 2 5 3 7. അപ്പൊ ഇവിടെ 4 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. 2 3 5 7. 2 3 5 7. The product of the prime factor of 90 is. Product of the prime factor of 90 is. ആൻസർ വന്നോ? പ്രൈം ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഇപ്പൊ 90 എടുത്തു കഴിഞ്ഞാലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ ചെയ്ത് കാണിക്കാം, ചെയ്യേണ്ട കാര്യമില്ല. 2 കൊണ്ട് ചെയ്തു, അപ്പോ 4 45. 5 കൊണ്ട് ചെയ്തു 9. 3 കൊണ്ട് ചെയ്തു 3. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ് കിട്ടാൻ പോകുന്നത്? 90 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് 2 5 3 3 ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 90 എന്ന് പറയുന്നത് എന്താണ്? 90 തന്നെയാണ്. ഏതൊരു നമ്പറിന്റെയും പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സെയിം സംഖ്യ തന്നെയാണ്. ഈ 2 ഇൻറ്റു 5 ഇൻറ്റു 3 സ്ക്വയർ ആണ് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 90 തന്നെ കിട്ടും. അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് 2 5 3 ആണ്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെയാണ്. എക്സാം ഹാളിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വരും. ഇനി ഇഫ് എ നമ്പർ ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ ഈസ് ഇറ്റ്? ടു ഫാക്ടേഴ്സ്. ഈ കേസിലെല്ലാം സത്യം പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്. പക്ഷെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ 1 പ്രത്യേകം എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഏതൊരു നമ്പറിലും 1 ഫാക്ടർ ആയിട്ട് അവിടെ ഉണ്ട്. നമ്മൾ ബാക്കിയൊന്നും അത് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇഫ് എ നമ്പർ ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം ആ സംഖ്യയും മാത്രമായിരിക്കും. അതെന്തായിരിക്കും? പ്രൈം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ആ നമ്പർ പ്രൈം ആയിരിക്കും. കോമ്പോസിറ്റ് എന്ന് വെച്ചാൽ അതിന് എന്തായാലും 1ഉം ആ സംഖ്യയും അല്ലാണ്ട് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. എക്സാമ്പിൾ 4 6 8 10 ഒക്കെയാണ്. ഈവൻ നമ്പർ 2 മാത്രമേ ഉള്ളൂ പ്രൈം. ബാക്കി ഈവൻ നമ്പേഴ്സിനൊക്കെ എന്താണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓഡ് നമ്പർ 1 ഒരു എന്തല്ല പ്രൈം നമ്പർ അല്ല, ഭാജ്യമല്ല, അഭാജ്യമല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കോമ്പോസിറ്റും അല്ല, പ്രൈമും അല്ല. 2 മുതലാണ് പ്രൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 3 5 7 9 11 13 ഇങ്ങനെ പോകുന്നു നമ്മുടെ ഓഡ് നമ്പേഴ്സ്. അതിൽ ഓഡ് നമ്പേഴ്സ് കുറച്ചു പേരൊക്കെ പ്രൈം ആണ്, ബാക്കി ഒരുപാട് പേരെന്താണ്? കോമ്പോസിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ്? അല്ല, ഓഡ് നമ്പറും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ പ്രൈം ആണ്. അപ്പൊ മനസ്സിലായോ? ഇഫ് എ നമ്പർ ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, അതായത് 1ഉം ആ നമ്പറുമാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് പ്രൈം എന്ന് വിളിക്കാം. Which of the following numbers has the same prime factor as 120? Which of the following numbers has the same prime factors as 120? വൺ 120 നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. 2 കൊണ്ട് 6 2s 12 ആണ്. 0. 2 കൊണ്ട് 30 × 2 60 ആണ്. 2 കൊണ്ട് 50. ഇനി നമുക്ക് 5 എടുക്കാം. 5 3s. അപ്പൊ ഇവിടെ നമുക്ക് വന്നത് 2 ക്യൂബ് വന്നു, 3 വന്നു, 5 വന്നു. ഇനി നമ്മൾ അടുത്ത നമ്പർ ഒരു 240 ആണ്. 240 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് കണ്ടോ, 120 വന്നു. അപ്പൊ നമ്മൾ വീണ്ടും 2 കൊണ്ട് 60, 2 കൊണ്ട്
35 കൊണ്ട് പിന്നെ വരുന്ന നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 15, പിന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം 3. അപ്പൊ നമുക്ക് 240 വരുന്നത് 2⁴ 3 5 എന്നാണ്. ഇത് രണ്ടും സെയിം നമ്പേഴ്സ് അല്ലേ, ഒരു 2ന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൈം ഫാക്ടേഴ്സ് സെയിം ആണ്. 235 തന്നെയാണ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടേഴ്സ് സെയിം ആയിട്ടുള്ളത് 240 ആണ്. 240 ആണ്. ഇനി ഇതിന്റെ, അതായത് ഇതിന്റെ മൾട്ടിപ്പിളിനെല്ലാം എന്തായിരിക്കും? സെയിം ഫാക്ടേഴ്സ് തന്നെയായിരിക്കും. പ്രൈം ഫാക്ടേഴ്സ് സെയിം ആയിരിക്കും. 60 എടുത്താലും 2353 അല്ലേ, 30 എടുത്താലും അത് തന്നെയാണ് 253. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇതിനെ ഡിവൈഡ് ചെയ്താലും ഡബിൾ എടുത്താലും ഒക്കെ എന്താണ്? സെയിം ഫാക്ടേഴ്സ് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പ്രൈം ഫാക്ടേഴ്സ് സെയിം ആയിരിക്കും. ക്ലിയർ ആണ്? ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊരു മനസ്സിലാവാതിരിക്കരുത്. ഇവിടെ സെയിം പ്രൈം ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ഏത് എന്നാണ് ചോദിച്ചത്. 120യുടെ പ്രൈം ഫാക്ടേഴ്സ് 235 ആണ്. അതേ പ്രൈം ഫാക്ടേഴ്സ് തന്നെയാണ് 235 തന്നെയാണ് 240ക്ക്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മൾ അടുത്തൊരു സെക്ഷൻ പറയാൻ പോവുകയാണ്. പ്രൈം ഫാക്ടർ. എന്താണ് പ്രൈം നമ്പർ? ഇതിനകത്ത് 1 എന്ന് പറയുന്നത് പ്രൈമുമല്ല, എന്തുമല്ല, ഇത് പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. പ്രൈം 1ന് അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ല, അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്രൈമും അല്ല, എന്താണല്ല, കോമ്പോസിറ്റും അല്ല. 2 3 5 7 11 13 17 19 23 29 31 37 ഈ കാണുന്ന നമ്പേഴ്സ്, ഈ പർപ്പിൾ കളറിലുള്ള നമ്പേഴ്സ് എല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? 25 ആണുള്ളത്. 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? 15 പ്രൈം നമ്പർ ആണുള്ളത്. ക്ലിയർ ആണ്? അപ്പൊ 100 വരെ നമുക്ക് 25 പ്രൈം നമ്പർ ഉണ്ട്, 50 വരെ നമുക്ക് 15 പ്രൈം നമ്പർ ഉണ്ട്. അപ്പൊ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാമെന്ന് ചോദിച്ചാൽ, ഇത് ഏകദേശം എല്ലാം സെയിം അല്ലെങ്കിലും ഏകദേശം ഒരു 6ന്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അടുത്തത് 78, 84, 90, 96, പിന്നെ 102, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ധാരണ കിട്ടുന്നതാണ്. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. അതായത് 6ന്റെ ടേബിളിന് മുമ്പുള്ള നമ്പരും ശേഷമുള്ള നമ്പരും മിക്കവാറും പ്രൈം നമ്പറാണ്. 6ന് മുമ്പ് 5, 6ന് ശേഷം 7, ഇത് രണ്ടും പ്രൈം നമ്പർ അല്ലേ. 12ന് മുമ്പ് 11, 12ന് ശേഷം 13, ഇത് രണ്ടും പ്രൈം നമ്പർ അല്ലേ. 18ന് മുമ്പ് 17, 18ന് ശേഷം 19, ഇത് രണ്ടും പ്രൈം നമ്പർ ആണ്. 24ന് മുമ്പ് 23, പക്ഷെ 25 എന്ന് പറയുന്നത് എന്തല്ല? പ്രൈം നമ്പർ അല്ല, 5ന്റെ ഡിവിസിബിൾ ആണ്. 30ക്ക് മുമ്പുള്ള 29ഉം 30ക്ക് ശേഷമുള്ള 31ഉം പ്രൈം നമ്പർ ആണ്. 35 പ്രൈം നമ്പർ അല്ല, 37 പ്രൈം നമ്പർ ആണ്. എല്ലാം ശരിയല്ല, പക്ഷെ ഒട്ടുമിക്കതും അത് തന്നെയാണ്. 40 ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ മനസ്സിലാക്കാൻ. 41 പ്രൈം നമ്പർ ആണ്, 43 പ്രൈം നമ്പർ ആണ്. 47 പ്രൈം നമ്പർ ആണ്, പക്ഷെ 49 എന്ന് പറയുന്നത് 7ന്റെ ഡിവിസിബിൾ ആണ്, പ്രൈം നമ്പർ അല്ല. 53 പ്രൈം നമ്പർ ആണ്, 55 പ്രൈം നമ്പർ അല്ല, കാര്യം അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 59 പ്രൈം നമ്പർ ആണ്, 61 പ്രൈം നമ്പർ ആണ്. 65 എഴുതേണ്ട കാര്യമില്ല, പ്രൈം നമ്പർ അല്ല. 67 പ്രൈം നമ്പർ ആണ്. 71ഉം 73ഉം പ്രൈം നമ്പേഴ്സ് ആണ്. 78 എടുക്കുമ്പോൾ 77 പ്രൈം നമ്പർ ആണ്, 79 പ്രൈം നമ്പർ ആണ്. 83 പ്രൈം നമ്പർ ആണ്, 85 എഴുതണ്ടല്ലോ. ഇനി 89 പ്രൈം നമ്പർ ആണ്. 91 പ്രൈം നമ്പർ അല്ല, കാര്യം 91 എന്ന് പറയുന്നത് 13 × 7 ആണ്. 95 പ്രൈം നമ്പർ അല്ല, അത് എഴുതണ്ട. 97 പ്രൈം നമ്പർ ആണ്. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് 100ന് മുമ്പുള്ള 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2ഉം 3ഉം നമുക്ക് അറിയാം. പിന്നെ 6ന് മുമ്പുള്ള 5, 7. അടുത്ത 12 ആണ് അടുത്ത മൾട്ടിപ്പിൾ. 12ന് മുമ്പുള്ള 11ഉം 13ഉം. അടുത്തത് 6 3 18, അതിന് മുമ്പും ശേഷവും 17 19. 24ന് ശേഷമില്ല, പക്ഷെ മുമ്പുണ്ട്. അടുത്ത നമ്പർ എന്താണ്? 30 ആണ് വരുന്നത്. 30ക്ക് മുമ്പും ശേഷവും ഉണ്ട്. 36 ശേഷമുണ്ട്, മുമ്പില്ല. പിന്നെ നമുക്ക് 42 മുമ്പ് ശേഷമുണ്ട്. അടുത്തത് 48, അതിന് മുമ്പുണ്ട്. 54 മുമ്പുണ്ട്. 59 60ക്ക് മുമ്പുണ്ട്, ശേഷമുണ്ട്. 67 അതായത് 66ന് മുമ്പില്ല, ശേഷമുണ്ട്. മനസ്സിലായോ?
72-ന് മുമ്പും ശേഷവും ഉണ്ട്. 78-ന് ശേഷമുണ്ട്. ക്ലിയർ ആണ്. അടുത്തത് 82-ന് ശേഷമുണ്ട്, 88-ന് ശേഷമുണ്ട്, 96-ന് ശേഷമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എങ്ങനെയാണ് 100 വരെയുള്ള ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പിടികിട്ടിയോ? 77 പ്രൈം നമ്പർ അല്ല, 11 into 7 ആണല്ലോ 77. ഞാൻ എഴുതിയോ? 77 പ്രൈം നമ്പർ അല്ല. കാര്യം 11 into 7 ആണ്. 77 എന്തല്ല? പ്രൈം നമ്പർ അല്ല. ക്ലിയർ ആണ്. ഇപ്പൊ ഒരു ധാരണ വന്നില്ലേ? എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു നമ്പർ തരികയാണ് 67, ഇത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ലേ, ഇത് പ്രൈം നമ്പർ ആണോ, ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇതിനെ കിട്ടുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. 67-ന് മുമ്പല്ല, പക്ഷേ ശേഷമുള്ളത് ഒരെണ്ണമാണ് അല്ലെ. എന്തായാലും ഒരെണ്ണം അപ്പുറം അപ്പുറം ഉണ്ട്, ചിലപ്പോൾ രണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു ക്ലൂ കിട്ടും, പെട്ടെന്നൊരു ക്ലൂ കിട്ടും. അതൊരു എളുപ്പമുള്ള ഒരു വഴിയാണ്. മനസ്സിലായോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഇനി ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്താണ്? ട്വിൻ പ്രൈം നമ്പേഴ്സ്, രണ്ട് പ്രൈം നമ്പേഴ്സ് വിത്ത് ഓൺലി കോമ്പോസിറ്റ് നമ്പർ ബിറ്റ്വീൻ ദം. രണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് മാത്രം ഒരു കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ 60 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഉള്ളത് കണ്ടു. ഇപ്പൊ 60 എടുത്തു കഴിഞ്ഞാൽ 59 ഉണ്ട്, 61 ഉണ്ട്, ഇടയ്ക്ക് മാത്രം ഒരു കോമ്പോസിറ്റ് നമ്പർ. ഇതിനെയാണ് ട്വിൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. മറ്റൊരെണ്ണം പറയാം 30 എടുത്തു കഴിഞ്ഞാൽ 29 ഉണ്ട്, 31 ഉണ്ട്. ഇതാണ് ട്വിൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. 18 എടുത്തു കഴിഞ്ഞാൽ 17, 19, 12 എടുത്തു കഴിഞ്ഞാൽ 11, 13, 6 എടുത്തു കഴിഞ്ഞാൽ 5, 7, 42 എടുത്താൽ 41, 43. അങ്ങനെ കുറെ നമ്പേഴ്സ്, 72 എടുത്താൽ 71, 73, കുറെ നമ്പേഴ്സ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു കോമ്പോസിറ്റ് നമ്പർ ഇതിന്റെ ഇടയ്ക്ക് കാണും, അപ്പുറവും ഇപ്പുറവും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ട്വിൻ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ട്വിൻ പ്രൈം നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പോ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ട്വിൻ പ്രൈം നമ്പർ ഓഫ് 43? വാട്ട് ഈസ് ദ ട്വിൻ പ്രൈം നമ്പർ ഓഫ് 43 എന്ന് ചോദിച്ചാൽ 41. വാട്ട് ഈസ് ദ ട്വിൻ പ്രൈം നമ്പർ ഓഫ് 71 എന്ന് ചോദിച്ചാൽ ഉത്തരം 73. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ട്വിൻ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഇത് നമുക്കൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് ഈ 6ന്റെ മൾട്ടിപ്പിൾ എഴുതിയിട്ട് അപ്പുറം അപ്പുറം ഉണ്ട് എന്ന് പറഞ്ഞു തന്നത്. എല്ലാ മൾട്ടിപ്പിളും അപ്പുറം അപ്പുറം ഇല്ല, ചിലതില്ല. അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. കാര്യം 5ന്റെ ടേബിൾ വരുന്നതാണ് കൂടുതലും ഇല്ലാത്തത്, 5ന്റെ ടേബിൾ. പിന്നെ ഈ 77, പിന്നെ ഈ 93, അത് അതായത് 13 into 7, 91. അപ്പൊ ഇത് 2-3 ഉള്ളൂ ഒരു എക്സെപ്ഷൻ പോലെ ഇല്ലാത്തത്, പെട്ടെന്ന് ഓർക്കാൻ പറ്റും, ബാക്കിയില്ല. ഇനി ട്വിസ്റ്റ് പ്രൈം നമ്പർ ഉണ്ട്. നമ്മൾ ട്വിൻ കണ്ടു, ഇനി ട്വിസ്റ്റ് പ്രൈം നമ്പർ, അതായത് 17 എന്ന് പറയുന്നതും അത് റിവേഴ്സ് ഇടുന്ന 71ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിന് നമുക്ക് ട്വിസ്റ്റഡ് പ്രൈം നമ്പർ എന്ന് പറയാം. ഓക്കെ ആണോ? ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ആണ്. ഏതൊക്കെയാണ്? 17 ഒരു പ്രൈം നമ്പർ ആണ്, അത് തിരിച്ചെഴുതിയാൽ 71. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്വിസ്റ്റഡ് പ്രൈം നമ്പർ എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 17 എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം 71 ആയിരിക്കണം. വാട്ട് ഈസ് ദ ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 17 എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 71 ആണ്. 71 ആണ്. ഓക്കെ ആണോ? ഇനി വാട്ട് ഈസ് ദ ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 13? ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 13 ഏതാണ്? 31 ആണ്. 31 ആണ്. ക്ലിയർ ആണ്? ക്ലിയർ ആണോ? വാട്ട് ഈസ് ദ ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 37? ആൻസർ 73 ആണ്. ആൻസർ 73 ആണ്. വാട്ട് ഈസ് ദ ട്വിസ്റ്റഡ് പ്രൈം നമ്പർ ഓഫ് 79? 97 ആണ്. 97 ആണ്. ഇപ്പൊ പിടികിട്ടിയോ? ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ കുറച്ച് ട്വിസ്റ്റഡ് പ്രൈം നമ്പേഴ്സ് കണ്ടു, ട്വിൻ പ്രൈം നമ്പർ കണ്ടു. രണ്ടും എന്താണെന്ന് മനസ്സിലായില്ലേ? ട്വിൻ എന്ന് വെച്ചാൽ ഒരു കോമ്പോസിന്റെ അപ്പുറവും ഇപ്പുറവും വരുന്നതാണ്. ട്വിസ്റ്റ് എന്ന് പറയുന്നത് തിരിച്ചെഴുതുന്നതാണ്, റിവേഴ്സ് എഴുതുന്നതാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു വട്ടം കണ്ടാലേ എക്സാം ഹാളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നഷ്ടപ്പെടും. സംഭവം എന്തെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ പേരിൽ മാറിപ്പോവരുത്. ഒന്ന് ട്വിന്ന്,
മറ്റൊന്ന് ട്വിസ്റ്റ്. ട്വിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ തിരിച്ചങ്ങിടുക. ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. 17 എഴുതുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. 71 പ്രൈം നമ്പർ ആണ് എന്നുള്ളത്. ട്വിൻ എന്ന് വെച്ചാൽ അപ്പുറവും അപ്പുറവും ഇരിക്കുന്നതല്ലേ. ഒരു ഗർഭപാത്രത്തിൽ തന്നെ അപ്പുറവും അപ്പുറവും ഇരിക്കുന്നവരാണ് എന്ത്, ട്വിൻസ് എന്ന് പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ അപ്പുറവും അപ്പുറവും ഇരിക്കുന്നവരാണ് ട്വിൻസ്. അപ്പൊ അതുപോലെയാണ് ഒരു കോമ്പോസിറ്റ് നമ്പറിന്റെ അപ്പുറവും അപ്പുറവും ഇരിക്കുന്നവരാണ് ട്വിൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇനി തെറ്റിപ്പോത്തില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് എൻഡിങ് വിത്ത് ദ ഡിജിറ്റ് 5? ഹൗ മെനി പ്രൈം നമ്പർ എൻഡിങ് വിത്ത് ദ ഡിജിറ്റ് 5? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നുള്ളത്. എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് വരുന്ന ഒരു സംഭവമാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്നൊക്കെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടിരുന്നു പഠിക്കാം. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ആൻസർ? ഹൗ മെനി പ്രൈം നമ്പേഴ്സ് എൻഡിങ് വിത്ത് ദ ഡിജിറ്റ് 5? ആകപ്പാട് ഒരെണ്ണേ ഉള്ളൂ. ബാക്കി ഇപ്പൊ 25 വന്നാലും 35 വന്നാലും 75 വന്നാലും 105 വന്നാലും 125 ഏത് വന്നാലും 5ന്റെ ടേബിളിലുള്ളതായിരിക്കുമല്ലോ ഇത്. അപ്പൊ ആകപ്പാട് ഒരു 5 മാത്രമേ ഉള്ളൂ എന്ത്, പ്രൈം നമ്പർ ആയിട്ട്. ബാക്കി ഏത് അറ്റത്ത് 5 വന്നാലും അത് 5ന്റെ ടേബിളിലുള്ളതാണ്. 5 അതിനൊരു ഫാക്ടർ ആയിട്ടുണ്ട്. അപ്പൊ ആകപ്പാട് ഒരെണ്ണേ ഉള്ളൂ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് എൻഡിങ് വിത്ത് ഡിജിറ്റ് 5 എന്ന് ചോദിച്ചാൽ ആൻസർ 1. How many number of prime fact number up to 100? How many number of prime number up to 100? ഹായ് പ്രീത, മനസ്സിലാകുന്നുണ്ടോ? ഷഫ്ന, പ്രവിത, വിദ്യ, ശരണ്യ ക്ലിയർ ആണോ? ലിയ ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഫസീല ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 100 വരെ 25, 50 വരെ 15 എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അടുത്ത ചോദ്യം കണ്ട, ഹൗ മെനി നമ്പർ ഓഫ് പ്രൈം നമ്പർ അപ് ടു 30? അപ്പൊ നമ്മൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തത് നമുക്കറിയാം 2 ആണ്, പിന്നെ 3 ആണ്, 5 ആണ്, 7 ആണ്. ഇനി 11, 13 ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? 19. അത് പാടാണ്. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഞാൻ വലുതാക്കുവാണ്. കാണാമോ? ഇപ്പൊ കാണാലോ? നോക്കിയേ. നമ്മളുടെ 1 to 10 വരെ 4, 1 to 10 വരെ 4, 10 to 20 വരെ 4, 20 to 30 വരെ 2, 30 to 40 വരെ 2, അടുത്തത് 3, 50 to 60 വരെ 2, ഇനി 60 to 70 വരെ 2, അടുത്തത് 3, ഇനി 2, ഇനി 1. 97 മാത്രമല്ലേ ഉള്ളൂ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇതൊരു കോഡ് പോലെ പഠിക്കും. ഞാൻ ആദ്യം എഴുതിയത് എന്താണ്? 44, 4, 4. അടുത്ത ഞാൻ എഴുതിയത് 22, 2, 2. ഇനി ഞാൻ എഴുതുന്നത് 322. അടുത്ത ഞാൻ എഴുതിയത് 321. അപ്പൊ 44, 22, 322, 321. ക്ലിയർ ആണോ? 44, 22, 322, 321. എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? 44, 22, 322, 321. അപ്പോ ഇവിടെ 10 വരെ 0 to 10 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഡ് കിട്ടി 4. 10 വരെ എത്ര എണ്ണം ഉണ്ട്? 4. 20 വരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 4 + 4 8. രണ്ടും കൂടെ ആഡ് ചെയ്യണം. 4 + 4 8. ഇനി 30 വരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 4 + 4 8 + 2. ഇത് ഇത്രയും കൂട്ടണം. ആഡ് ഓൾ ദീസ്. അപ്പൊ 30 വരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം എത്രയാണ്? 4, 4, 8 + 2 10 ആണ്. അപ്പോ 30 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ 10 ആണ്. ഇനി 40 വരെ ചോദിച്ചാൽ ഇത് കൂടെ ആഡ് ചെയ്യണം. 12 ആണ്. 50 വരെ ചോദിച്ചാൽ 12 + 3, 50 വരെ ചോദിച്ചാൽ 15 ആണ്. 60 വരെ ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മൾ 50 വരെ 15 എന്ന് കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൂട്ടിയാൽ മതി. ഇനി 15 + 2 17, 70 വരെ 17 + 2 19. അപ്പൊ 80 വരെ
19 പ്ലസ് 3 21. 90 വരെ 21 പ്ലസ് 2 24. അടുത്തത് 100 വരെ നമ്മുടെ ആൻസർ 25. ക്ലിയർ ആണോ? 17, 19, പിന്നെ വരുന്നത് 22 ആണ്, 24, പിന്നെ 25. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ചെറുതാക്കുവാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ കാണിക്കാം. നമ്മളുടെ കോഡ് 44, 22, 322, 321. ഇനി നിങ്ങൾക്ക് ഏത് നമ്പർ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് 10 വരെ എത്രയാണ്? അപ്പൊ 4. 20 വരെ എത്രയാണ്? 8. 30 വരെ എത്രയാണെന്ന് ചോദിച്ചാൽ 10. 40 വരെ എത്രയാണെന്ന് ചോദിച്ചാൽ 12. 50 വരെ 50. ഇനി 60 വരെ 70. 70 വരെ 90. 80 വരുമ്പോൾ 22. 90, 24. 100 വരെ 25. 50 നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 50. 100 വരെ 25. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ഇതൊരു കോഡ് പോലെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ നമുക്ക് 100 വരെ മനസ്സിലായി. 25 ആണ്. ഹൗ മെനി നമ്പർ ഓഫ് പ്രൈം നമ്പർ അപ് ടു 30? നിങ്ങളുടെ ആൻസർ എന്താണ്? അപ്പോ 30 വരെ നമ്മൾ ഉടനെ കോഡ് പറയണം. 44, 22, 322, 321. അപ്പൊ ഇത് 10 ആണ്, ഇത് 20 ആണ്, ഇത് 30 ആണ്. അപ്പോ നമ്മുടെ ആൻസർ 10. ക്ലിയർ അല്ലേ? ഹൗ മെനി നമ്പർ ഓഫ് പ്രൈം നമ്പർ അപ് ടു 25? 25 ചോദിച്ചാൽ നമുക്ക് മറ്റൊരു കോഡ് ഉണ്ട്, 9664. നമ്മുടെ കോഡ് എന്താണ്? 9664. അതായത് 25 വരെയാണെങ്കിൽ 9, 50 വരെയാണെങ്കിൽ 6, 75 ആണെങ്കിൽ 6, 100 ആണെങ്കിൽ ഇത്. അപ്പൊ 25 ആണെങ്കിൽ 9, 50 വരെ 9 പ്ലസ് 6 15 ആണ്. ഇനി 75 വരെയാണെങ്കിൽ 15 പ്ലസ് 6 21. 100 വരെയാണെങ്കിൽ 25. അപ്പൊ ഇങ്ങനെ 25ന്റെ ടേബിൾ പോലെയും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ കോഡ് 9664. 9 ആണ് 25 വരെ. 50 വരെ 15 ആണ്. 75 വരെ പ്ലസ് 6ഉം കൂടെ ഉണ്ട്. 100 വരെ 25 ആണ്. അപ്പൊ രണ്ട് കോഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. 44, 22, 22, 321 എന്നൊരു കോഡും, അത് 10, 20, 10ന്റെ ടേബിൾ പോലെ കാര്യങ്ങൾ പറയാനാണ്. അടുത്തത് 25ന്റെ ടേബിൾ പോലെ കാര്യങ്ങൾ പറയാന് 9664 എന്നൊരു കോഡ് കൂടി പഠിക്കുക. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ക്ലിയർ ആണോ? പ്രൈം നമ്പറിന്റെ എണ്ണം പിടികിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? എല്ലാവർക്കും കോഡുകൾ പിടികിട്ടി? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ? ഇതിനകത്ത് ഏതാണ് പ്രൈം നമ്പർ? പെട്ടെന്ന് പറയാം. നമ്മളിപ്പോ കുറെ പ്രൈം നമ്പേഴ്സ് കണ്ടു. 7 7 ആണ് 49. 11 into 3 ആണ് 33. 51 divisible by 3 ആണ് 29. Which of the following is not a prime number? Which of the following is not a prime number? 2 സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആണ്. 19 പ്രൈം നമ്പർ ആണ്. 23 പ്രൈം നമ്പർ ആണ്. 27 എന്ന് പറയുമ്പോൾ 9 3s 27 ആണ്. അപ്പൊ 27 ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. 3 ഉണ്ട്, 9 ഉണ്ട്, അല്ലെ? അപ്പോൾ 27 ഉണ്ട്. അപ്പൊ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ ആണ്. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 and 10? 1 and 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ കോഡ് തന്നെ 44, 22, 322, 321 എന്നാണ്. 4 ആണ് 10 വരെ. ഏതൊക്കെയാണെന്ന് പറയാം. 2, 3, 5, 7. നമ്മുടെ ആൻസർ 4. കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്? Which of the following statement is true? All even numbers are prime. The number 1 is a prime number. A prime number has exactly 2 factors. A prime number is always odd.
കമന്റ് ചെയ്യാം, ആൻസർ കമന്റ് ചെയ്യുക. ഈവൻ നമ്പേഴ്സ് പ്രൈം അല്ല, ആകെപ്പാട് 2 മാത്രമേ ഉള്ളൂ പ്രൈം. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. പ്രൈം നമ്പർ ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. 1ഉം സെയിം നമ്പർ. എ പ്രൈം നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. ഓഡ് ആവണം ഇല്ല. ഈവൻ 2 എന്ന് പറയുന്നത് ഈവൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എ പ്രൈം നമ്പർ ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ പ്രൈം നമ്പർ? 91, 97, 99, 100. ഏതാണ് പ്രൈം നമ്പർ? 90ന്റെ സീരീസിൽ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? പഠിച്ചു വെക്കണം. അത് ആൻസർ 97 ആണ്. അടുത്ത ചോദ്യം, what is the sum of the first 3 prime numbers? What is the sum of first 3 prime numbers? ഫസ്റ്റ് 3 പ്രൈം നമ്പേഴ്സ് ആണ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇത് സമ്മ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആൻസർ 10 ആണ്. What is the largest prime number between 1 and 20? 1 and 20ലെ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? ആണ് അല്ലെ? 19 ഒരു പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് തന്നെ 19 ആണ് ലാർജസ്റ്റ് പ്രൈം നമ്പർ. Which of these numbers has exactly 3 factors? Exactly 3 factors ഉള്ള നമ്പർ ഏതാണ്? ഇവിടെ ഓപ്ഷൻ നൺ ആണ്. ഓക്കെ, നൺ ആണ് ആൻസർ. അതായത് 4 എടുക്കുവാണെങ്കിൽ 2, 1, 4. നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എടുക്കുമ്പോൾ 1 അങ്ങനെ കൗണ്ട് ചെയ്തില്ലായിരുന്നു. പ്രൈം നമ്പർ പറയുമ്പോൾ നമ്മൾ 1ഉം 4ഉം അതേ നമ്പർ എന്നുള്ള രീതിയിൽ 1, 5, 5ന്റെ നമ്മൾ 1, 5 അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കോമ്പോസിറ്റ് നമ്പർ എടുക്കുമ്പോൾ വേറെ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ 1ന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാത്തിനകത്തും എന്തേ ഉള്ളൂ? 2 എന്നേ പറയാൻ പറ്റൂ. 2, 1, 4, 3, 1 അല്ലെ? 3ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഇതിന് 3ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എടുക്കുവാണെങ്കിൽ 5ഉം 1വേ ഉള്ളൂ. ഓക്കെയാണ്, 5ഉം 1. പിന്നെ എന്തെങ്കിലും ഒരു റിലേഷൻ വെച്ചിട്ട് ഇപ്പൊ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ പറയാം. 9, 25 ഇതിന്റെ ഫാക്ടർ അല്ലേ? ആ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നമുക്ക് നൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 1 എടുക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പറയാൻ പറ്റും, 3 ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ 1 നമ്മൾ അങ്ങനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്തപ്പോൾ വലുതായിട്ട് കൺസിഡർ ചെയ്തില്ല. ബാക്കി ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് ഫാക്ടേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് നമ്മളുടെ ആൻസർ നൺ എന്നെടുക്കാം. അല്ല 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓൾ എടുക്കാം. ഇപ്പൊ നമ്മൾ നൺ ആണ് എടുക്കുന്നത്. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. What is the smallest odd number, odd prime number? What is the smallest odd prime number? സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ചോദിച്ചാൽ ആൻസർ 3 ആണ്. സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ 2 ആണ്. പക്ഷെ സ്മോളസ്റ്റ് ഓഡ് 1 എന്ന് പറയുന്നത് 3 ആണ്. ഒറ്റ സംഖ്യ ഓഡ് 3 ആണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഹാവ് 101? അപ്പൊ 101ന്റെ ഫാക്ടേഴ്സ് നമ്മൾ കാണണം. ഹൗ മെനി ഫാക്ടേഴ്സ് ഹാവ് 101? ആൻസർ പറഞ്ഞു. വൺ നോട്ട് 1 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 1ഉം 101ഉം മാത്രം 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? അപ്പം നമ്മൾ ഫാക്ടറൈസേഷൻ പഠിച്ചു. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് ചെയ്ത് ഒന്ന് ആൻസർ ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. $244. ഹായ് പ്രീത. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൈം നമ്പർ വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുക.
രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഫാക്ടർ ട്രീ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാം. നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം അവിടെ എടുക്കേണ്ടത്. അതുപോലെ പിന്നെ നമ്മൾ ട്വിൻ പ്രൈം നമ്പർ പഠിച്ചു, അതുപോലെ തന്നെ ട്വിസ്റ്റ് പ്രൈം നമ്പറും പഠിച്ചു. ഇനി 244ന്റെ ആൻസർ നമുക്ക് നോക്കാം. 2 കൊണ്ട്, വീണ്ടും 2 കൊണ്ട് 61 വരുമ്പോൾ നമ്മൾ എന്താണ്, ഇതൊരു പ്രൈം നമ്പർ ആണെന്ന് പഠിച്ചില്ലേ 61 എന്ന് പറയുന്നത്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 61 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് LCM GCDയിൽ ബാലൻസ് ഉള്ള ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനാണ് പോകുന്നത്. LCM GCD പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് എങ്ങനെയാണ് ഒരു ഇങ്ങനെ പോയിന്റ് വരുന്ന നമ്പേഴ്സിന്റെ LCM HCF കാണുന്നത്, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. 2.5 ക്വസ്റ്റ്യൻ ഇതാണ്. 1.5 0.5 ഫൈൻഡ് ഔട്ട് ദ GCD ആൻഡ് LCM. എങ്ങനെയാണ് ഈ പോയിന്റ് പവർ നമ്പേഴ്സിന്റെ, ഹായ് പ്രീത, എങ്ങനെയാണ് ഇതിന്റെ GCD അതുപോലെ തന്നെ LCM കാണാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എങ്ങനെയാണ് പവർ 0.5 എന്ന് വെച്ചാൽ ഒരു പോയിന്റേ ഉള്ളൂ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമേ ഉള്ളൂ. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 5 എന്ന കറക്റ്റ് നമ്പറായി മാറും. 1.5ഉം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 ആകും. 2.5ഉം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 ആകും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെയെല്ലാം കോമൺ ആയിട്ട് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 25, 15, 5. 25 കിട്ടി, 15 കിട്ടി, 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സാധാപോലെ LCM കാണാം. 5 കൊണ്ട് 5 5 25, 5 3 15, 1. ഇനി ആൻസർ എന്ത് കിട്ടി? LCM എന്ന് പറയുന്നത് 5 5 25, 25 into 3 75 ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ GCD എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ടുള്ള 5 മാത്രമാണ്. ക്ലിയർ ആണോ? LCM പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ LCMഉം HCFലും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സ്ഥാനം മാറ്റി നമ്മൾ 0.2 7.5. ഇവിടെ നമ്മൾ ഒരു സ്ഥാനം മാറ്റി 0.2 ആൻസർ 0.5. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ LCM എന്താണ്? 7.5. HCF എന്താണ്? 0.5. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി, എല്ലായിടത്തും ഒരു സ്ഥാനം ആണ് വേണ്ടത്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പെർഫെക്റ്റ് നമ്പർ ആകും. അപ്പൊ നമ്മൾ 10 കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. 25, 15, 5. സാധാ പോലെ LCM HCF കണ്ടു. LCM 75 എന്നും HCF 5 എന്നും കിട്ടി. 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ആൻസേഴ്സിലെല്ലാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 7.5, 0.5. ഇതാണ് ഇതിന്റെ LCMഉം HCF. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ നമ്മള് പവറുള്ള പോയിന്റ് വരുന്ന സംഖ്യകളുടെ LCM HCF ആണ് പഠിച്ചത്. ഇതെല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1.2, 0.6, 0.3. Find out the LCM and GCD. എല്ലാവരും ആൻസർ ചെയ്തിട്ട് പറയുക. നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ ആണോ തോന്നുന്നത്? ഞാനൊരു ഗ്രീൻ കളറിലാണ് എഴുതുന്നത് കേട്ടോ, പക്ഷെ എനിക്കൊരു ബ്ലാക്കിഷ് കളറാ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? എന്റെ കണ്ണ് ചീത്തയായി പോയോ? ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ ആണോ? ആൻസർ കമന്റ് ചെയ്യണേ. ബ്ലാക്ക് ആണ്. ഓക്കെ ഓക്കെ. ആൻസർ ആരും പറഞ്ഞില്ല. 1.2, 0.6, 0.3.
മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതുവരെ 3 ക്ലാസ് ആണ് എടുത്തത്. ആദ്യ ക്ലാസ് നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച്, കോമ്പോസിറ്റ് നമ്പേഴ്സിനെ കുറിച്ചൊക്കെ ഒരു രൂപം തന്നു. പക്ഷെ എന്റെ മെയിൻ ഒബ്ജക്റ്റ് LCD HCF പഠിപ്പിക്കുക, LCM HCF പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് 2 ക്ലാസ് LCM HCF അല്ലെങ്കിൽ GCD ഇതാണ് പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ ഡിവിസിബിലിറ്റി റൂള് കണ്ടു. ഇപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനും പഠിച്ചു. ഓക്കെ, ആൻസർ വന്നു. ഇനി ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. എല്ലായിടവും ഒരു പോയിന്റ് ആണ്, അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1.2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആകും, 6 ആകും, 3 ആകും. ഇനി 3 കൊണ്ട് ചെയ്തു. 3 4s 12 ആണ്, 3 2s 6 ആണ്, 3 1. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 2s 1. ഇപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 12 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? LCM കിട്ടുന്നത്. തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ 1.2, എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ പറ്റും 1.2 അല്ലെ, ഇത് കൊണ്ട്. അതുകൊണ്ടാണ് LCM 1.2 കരുതുന്നത്. 12 എന്നാണ് കിട്ടുന്നത്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആൻസർ 1.2. തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് എന്താണ്? 0.3 ആണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് GCD 0.3 എന്ന് എഴുതാം. ഇവിടെ അല്ലാതെ പറയുകയാണെങ്കിൽ HCF 3 ആണ്. ഇവിടെ നമുക്ക് 2 എടുക്കാൻ പറ്റുമോ HCF കാണുമ്പോൾ? ഇല്ല, കാര്യം 1 വന്നു കഴിഞ്ഞാൽ പിന്നെ കോമൺ ഇല്ല. അപ്പൊ ഇവിടെ GCD എന്ന് പറയുന്നത് 3 മാത്രമാണ്. 3/10 0.3. ഈ ക്വസ്റ്റിനെ ഡയറക്റ്റ് എടുക്കാം. തന്നിരിക്കുന്നവയിലെ ലാർജസ്റ്റ് നമ്പർ 1.2, it can be divided perfectly by other numbers. So we can take directly LCM as 1.2. The smallest number of the series is 0.3, can be perfectly divided by other 2 digits. So we can directly take the 0.3 as the GCD. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ല സാധാ പോലെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 1.2 0.3. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആണ്? ഓക്കെ ആണ്. എങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: 0.12, 0.05, 1.8. ഇവിടെ കണ്ടോ, ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അങ്ങനെ ഒന്നിലധികം സ്ഥാനങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ വലിയ പവർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. 2 സ്ഥാനം. അപ്പൊ എല്ലാത്തിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.12നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12. 0.05നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആയി മാറും. 1.8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു പോയിന്റ് കളയാൻ ഒരു 0 വേണം, പിന്നെ ഒരു 0 അധികം ഉണ്ട്, 180. അപ്പൊ 12, 5, 180. ഇനി നമ്മൾ സാധാ പോലെ ചെയ്യുന്നു. ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? 5 വന്നു, 12 വന്നു, കോമൺ ആയിട്ട് ഒരു നമ്പരും ഇല്ല. അപ്പൊ തന്നെ നമുക്ക് GCD ഇവിടെ കിട്ടുകയാണ്. 1 ആണ് GCD. ഇനി നമ്മൾ LCM ആണ് കാണുന്നത്. 2 കൊണ്ട് ചെയ്യാം. 6 2s 12 ആണ്, 5 അതുപോലെ താത്ത് വെച്ചു, 90. ഇനി എനിക്ക് 5 കൊണ്ട് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം, എന്റെ ഇഷ്ടമാണ്. 1 5 8 6 ഞാൻ ഡയറക്റ്റ് എഴുതി, കാര്യം 2 6 ഉണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ 180 എന്നാണ് LCM കിട്ടുന്നത്. 180. ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 0.01 എന്ന് കിട്ടും. 180യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.8 എന്ന് കിട്ടും. 1.8. നോക്കണേ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് 100 കൊണ്ട് 2 എടുത്തും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? കിട്ടി? അപ്പൊ ഏതാണോ വലിയ നമ്പർ അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സാധാ പോലെ LCM HCF കാണണം. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പവറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് സെക്ഷൻ ഒരു ഇത്തിരി സമയം അതർ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എടുക്കാം. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനും മനസ്സിലാക്കി എങ്ങനെയാണ് പവർ വരുമ്പോൾ LCM HCF ചെയ്യാൻ പറ്റുന്നത്.
ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് വലുതാണ് ഇത് ചെറുതാണെന്ന് പെട്ടെന്ന് ചിലർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് എടുക്കാം കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് പോലെ. അല്ലെങ്കിൽ സാധാ പോലെ ചെയ്യുക, അധികം സമയം പോത്തില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം, കഴിഞ്ഞ ക്ലാസ്സിലെ ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. PDF കയ്യിൽ ഇരിപ്പുണ്ട്, അത് എടുത്ത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡൗട്ട് ഇല്ലെങ്കിൽ ക്ലിയർ എന്നൊരു മെസ്സേജ് അയക്കുക, നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ക്ലിയർ എന്നൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് പറഞ്ഞാൽ മതി, ആ ക്ലാസ്സിന്റെ PDF എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ.